ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സ നിഷേധിച്ചതിനാൽ യുവതിക്ക് അണുബാധ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സ നിഷേധിച്ചെന്ന ആരോപണത്തിൽ ഇടപെട്ട ഡിഎംഒ. ആരോപണ വിധേയയായ ഡോക്ടർ രേണുകയോട് ഡിഎംഒ വിശദീകരണം ആവശ്യപ്പെട്ടു. വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് നെയ്യാറ്റിൻകര ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. അതേസമയം അണുബാധയെ തുടർന്ന് SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പരാതിക്കാരി സജിതയെ ഡിസ്ചാർജ് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞുള്ള സ്കാനിംഗിന് ശേഷമായിരിക്കും ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതി പുതിയ പ്രതിനിധിയെ നിർദ്ദേശിക്കുവാൻ കേരളത്തോട് കേന്ദ്രം ഉടൻ നിർദ്ദേശിക്കുമെന്ന് മന്ത്രി മോൻ ജോസഫ്. മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ പുതിയ പ്രതിനിധിയെ നിർദ്ദേശിക്കുവാൻ ആവശ്യപ്പെട്ട് കേന്ദ്രം ഉടൻ തന്നെ പുതിയ പേര് നിർദ്ദേശിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. TR ശിവരാജനെ സമിതിയിൽ നിന്നും ഒഴിവാക്കിയതിൽ കേരളം പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ കേന്ദ്ര നിർദ്ദേശം. പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കണമെന്ന് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടുവെന്ന് മോൻസ് ജോസഫ് അറിയിച്ചു. CMRL എക്സലോജിക് സാമ്പത്തിക ഇടപാട് കേസ് വീണ ടിയെ വീണ്ടും വിളിപ്പിക്കുമെന്ന ED. ഇന്നലെ ചോദ്യം ചെയ്യൽ നീണ്ടത് 11 മണിക്കൂർ. CMRL എക്സലോജിക് ഇടപാട് കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയെ വീണ്ടും വിളിപ്പിക്കുമെന്ന് ED. ഇന്നലെ 11 മണിക്കൂറാണ് കൊച്ചി ഓഫീസിലെ ചോദ്യം ചെയ്യൽ നീണ്ടത്. SFIO റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. ഈ മാസം 29-ന് ഹാജരാകുവാനാണ് വീണയ്ക്ക് നിർദ്ദേശം നൽകിയത്. SFIO റിപ്പോർട്ടിന്റെ 134 അനുബന്ധ രേഖകൾ EDക്ക് ഇന്നലെ ലഭിച്ചിരുന്നു. FCRA ചട്ടഭേദഗതി ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ടുള്ളത് അടിയന്തരമായി പിൻവലിക്കണം മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി FCRA ചട്ടം ഭേദഗതി ചെയ്തത് പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചട്ടഭേദഗതിയോടെ രാജ്യത്ത് സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും സംഘപരിവാർ സംഘടനകൾ രാജ്യവ്യാപകമായി നടത്തുന്ന ന്യൂനപക്ഷ വേട്ട ശക്തമാക്കുന്നതിന്റെ ഭാഗമാണോ FCRA ചട്ടഭേദഗതിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്പൈഡർമാന്റെ കൊച്ചി ഫാൻ ഷോയുടെ ടിക്കറ്റ് പുറത്തിറക്കി ടോം ഹോളണ്ട്. മാർവലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ നായകൻ ടോം ഹോളണ്ട് കൊച്ചിയിലെ ഒഫീഷ്യൽ ഫാൻ ഷോ ടിക്കറ്റുകൾ പുറത്തിറക്കി. ചിത്രത്തിന്റെ അന്താരാഷ്ട്ര പ്രസ് ടൂറിന്റെ ഭാഗമായി ജർമ്മനിയിൽ വെച്ചാണ് ടോം ഹോളണ്ട് ടിക്കറ്റിൽ ഒപ്പുവെച്ച് ഇത് പ്രകാശനം ചെയ്തത്. മാർവൽ ഫാൻസ് ഇന്ത്യയും കേരള പോപ്കോണും സംയുക്തമായാണ് ഈ ഫാൻ ഷോ സംഘടിപ്പിക്കുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഒമാനിൽ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഹോർമുസ് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ. ഒമാനിൽ ചരക്ക് കപ്പലിന് നേരെ ഹോർമുസ് കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ദഹിദ് തീരത്തിന് സമീപത്തായാണ് ആക്രമണം ഉണ്ടായത്. ഇറാൻ അമേരിക്ക ധാരണയ്ക്ക് ശേഷമുള്ള ആദ്യ ആക്രമണമാണിത്. എവർ ലവ്ലി എന്ന ചരക്ക് കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് വിവരം. സിംഗപ്പൂർ പത്തായ ഉണ്ടായിരുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഒമാനിലെ ദാഹിദ് തീരത്ത് നിന്നും ഏകദേശം 7.5 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിലുണ്ടായ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും വാതക ചോർച്ചയുണ്ടായിട്ടില്ലെന്നുമാണ് ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് കേന്ദ്രം പുറത്തുവിടുന്ന വിവരം. ക്രിക്കറ്റ് കോച്ചിങ്ങിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസ് പ്രതി മനുവിന് 2ാമത്തെ കേസിൽ 35 വർഷം കഠിന തടവ്. ക്രിക്കറ്റ് കോച്ചിങ്ങിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ കോച്ചായ പ്രതി മനുവിന് 2ാമത്തെ കേസിലും ശിക്ഷ വിധിച്ച് കോടതി. 35 വർഷം കഠിന തടവും 6,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത്. 3ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യം കേസിലെ ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ 427 പ്രകാരം പ്രതിയുടെ ഓരോ കേസുകളിലെ ശിക്ഷ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ ശിക്ഷകൾ നടപ്പിലാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അത് പരിഗണിച്ചാണ് കോടതി പ്രത്യേകം ശിക്ഷാ കാലാവധി വിധിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.